അപ്പം നമുക്ക് മഞ്ഞ പ്ലസ്സായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ പറഞ്ഞല്ലോ മഞ്ഞയില്ലാത്ത ബ്ലോക്കാണല്ലോ ഇവിടെ ഇരിക്കുന്നതെന്ന്. അത് ചെയ്യുന്ന സമയത്ത് എല്ലാത്തിനകത്ത് മഞ്ഞയുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഇരിക്കേണ്ടവൻ തന്നെ എന്നെ തിരിഞ്ഞിരിക്കുന്നത് അങ്ങനെയൊക്കെ സിറ്റുവേഷൻ. അതായത് നമ്മൾ മഞ്ഞ ഒന്നുമില്ല എല്ലാത്തിനകത്തും ഇവിടെ മഞ്ഞ ഉണ്ടെന്ന് വെച്ചോ, നമുക്ക് ഈ ചെയ്യാൻ ഒരു സിറ്റുവേഷനും ഇല്ല, ഇവിടെ ക്ലിയറും അല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഏതെങ്കിലും ആ ഒരു ക്ലിയർ ഇല്ലാത്ത സ്ഥലം വെച്ച് 1 2 3 4 5 എന്ന് പറയുന്നതും തിരിച്ച് 1 to 4 വരുന്നത് ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ ഇരിക്കുന്ന ബോക്സ് ഇവിടെ വരും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് നേരത്തെ പറഞ്ഞ് ചെയ്യാം. ഓക്കെ, അടുത്ത. അപ്പം നമ്മൾ ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം മഞ്ഞ പ്ലസ് ആക്കി എടുത്ത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ പറയുന്ന സൈഡ് ഇതണ്ട. ഓക്കെ, ഇവിടെയും ഒരു സൈഡ് ഇരിപ്പുണ്ട്, ഇതും ഇരിപ്പുണ്ട്. സെൻറ്റർ ഈക്വൽ ആക്കണം, അതാണ് അടുത്ത സ്റ്റെപ്പ്. മഞ്ഞ പ്ലസ് ആക്കിയാൽ പിന്നെ സെൻട്രൽ ഈക്വലാക്കുന്നതാണ്. സെൻട്രൽ ഈക്വലാക്കാൻ ഇത് രണ്ടും ഈക്വലാണ്, ഇവർ ഈക്വലല്ല. ഇവരിനി എത്ര തിരിച്ചാലും ഈക്വലല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ രണ്ടെണ്ണം ഈക്വലാക്കി കിട്ടിക്കഴിഞ്ഞാൽ ഈക്വലായി ഒരാളെ ബാക്കിൽ വെക്കുക. കറക്കി വയ്ക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് രണ്ടായിട്ട് രണ്ടെണ്ണം കിട്ടും. പിന്നെ ഒരെണ്ണത്തിന് വലത് സൈഡിൽ വെക്കുക. പിന്നുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ RUR2 UR ഓക്കെ, തിരിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും അങ്ങനെ ചെയ്തേന്. നോക്കി ഒരു മാറ്റമില്ല, എല്ലാം കറക്റ്റ് തന്നെ. ഇനി സെൻട്രലിലെ ബോക്സ് ഇങ്ങനെ തിരിക്കുക. ഓക്കെ, സെൻട്രൽ ഈക്വലായി, ഇതിവിടെ വന്നോട്ടെ, അതൊന്നും നമ്മൾ നോക്കുന്നില്ല. സെൻട്രൽ ഈക്വലായി, ഇവിടുത്തെ സെൻട്രൽ ഈക്വലായി, ഇവിടുത്തെ ഈക്വലായി, ഇവിടുത്തെ ഈക്വലായി. ഓക്കെ, അതെല്ലാം ആക്കി ഈക്വലായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ ബോക്സുകൾ നമ്മൾ സെറ്റാക്കുന്നതാണ്. അതായത് ഇവിടെ ഇരിക്കേണ്ടവനാണോ, ഈ കോർണറിൽ 4 കോർണറുണ്ട്, 4 കോർണറിൽ ഇരിക്കേണ്ട ആൾക്കാരാണോ അവിടെ ഇരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. ഇത് നോക്കി ആണോ ഇരിക്കേണ്ടവൻ, അല്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഓറഞ്ചാണ്, ഇത് റെഡാണ്, അപ്പോൾ ഈ ബ്ലോക്ക് ഇവിടെ ഇരിക്കേണ്ടവനല്ല. സോ അടുത്ത തിരിച്ച് ഇത് നോക്കി, ഇത് ഓറഞ്ചാണ്, ഇത് റെഡാണ്, ഓക്കെ, ഇതും ഇരിക്കേണ്ടവനല്ല. ഇവിടെ നോക്കി, ഇവിടെയും അല്ല, വ്യത്യാസമുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു ബ്ലോക്കെങ്കിലും ഇരിക്കേണ്ടവൻ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞായിരിക്കും ഇതുപോലെ ഇരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എളുപ്പം നമുക്ക് ചെയ്യാനൊരു സിറ്റുവേഷൻ വരും. കാരണം വെച്ചാൽ ആ ഒരു ബ്ലോക്ക് നമ്മൾ റൈറ്റ് വെച്ചിട്ട് ചെയ്യുന്ന ഇക്വേഷനാണ്. നോക്കിക്കോണം. അപ്പോൾ ഇവിടെ എല്ലാം ഷഫിൾഡാണ്. എന്ന് വെച്ചാൽ ഇരിക്കേണ്ടവനല്ല ഇരിക്കേണ്ടത്, ഷഫിളായി കിടക്കുമായിരിക്കും, പക്ഷേ ഇരിക്കേണ്ട ബ്ലോക്കല്ല ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലോക്ക് ഷഫിളായി മാത്രമാണ് കിടക്കുന്നത്, കറക്റ്റ് സ്ഥലത്ത് ഇരിക്കുന്നതെങ്കിൽ നമുക്കത് വെച്ചിട്ട് ചെയ്യാം സ്റ്റാർട്ടിങ്. അപ്പോൾ ഒന്നും ഷഫിളല്ല, ഒന്നും കറക്റ്റ് സ്ഥലത്തിരിക്കുന്നത് അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഏതെങ്കിലും ഒരു ലെയർ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യാമെന്ന് വെച്ച് അതാണ്ടേ UR2. ഓക്കെ, ആ ഒരു സ്റ്റെപ്പ് മനസ്സിലാക്കി വെച്ചാൽ മതി. മനസ്സിലായേ? ഓക്കെ, ഇനി നോക്കുന്നു. ഇത് കറക്റ്റ് സ്ഥലത്ത് തന്നെ ഇരിക്കേണ്ട ബ്ലോക്കും ഷഫിളിങ്ങും കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നോക്കി, ഇവൻ ഇവിടെ ഇരിക്കേണ്ടതല്ല, ഇവൻ ഇവിടെ ഇരിക്കേണ്ടവനല്ല, ഇവനും ഇവിടെ ഇരിക്കേണ്ടവനല്ല. അപ്പോൾ ശരിയായിട്ടുള്ള ഇവൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അവിടെ ചെന്നുള്ള ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ UR2 L1 എന്നിട്ട് തിരിച്ച് അത് റിവേഴ്സ് കൊണ്ടുവന്ന് അതൊന്ന് ഒരു ലോജിക്കൽ കണ്ടാൽ മനസ്സിലാവും. പിന്നുള്ളതെന്ന് വെച്ചാൽ കണ്ട ഇങ്ങനെ തിരിച്ചത് ലോജിക്കാണ് അത്രയും. അപ്പോൾ തന്നെ ഓൾറെഡി ഫുൾ സ്റ്റെപ്പും ചെയ്തപ്പോൾ തന്നെ എല്ലാം ക്ലിയറായി. ഓക്കെ, ചിലപ്പോൾ അങ്ങനെ ക്ലിയറായി വരും. ക്ലിയർ ആവാത്തത് ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്, അതാണ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്.